എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1754 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എടുക്കുവാനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ സാദത്ത് സേഠ് BHMS ആണ്. അദ്ദേഹം നമുക്ക് ഇതുവരെയും ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്നും അദ്ദേഹം എടുക്കുന്ന വിഷയം കരൾ രോഗങ്ങളും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിലാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇന്നത്തെ സാറിന്റെ ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാറ് കൊച്ചിയിൽ സേഡ്സ് ഹോമിയോപ്പതി സെന്റർ അതിലെ ചീഫ് ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു. സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്നും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് IFPHന് വേണ്ടി ഡോക്ടർ സാദത്ത് സേഠിനെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, ക്ലാസ് തുടങ്ങും. താങ്ക് യു IFPH മാഡം. കുറെ ഇടക്കിടക്കായി നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ ക്ലാസ് ബേസിക്കലി ഗാസ്ട്രോഎൻട്രോളജി, അതായത് നമ്മുടെ അബ്ഡോമൻ, ലിവർ, സ്പ്ലീന് അങ്ങനെയുള്ള ഗാസ്ട്രോഎൻട്രോളജി ബേസ് ആയിട്ടുള്ള നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാന്നുള്ളതാണ്. ഞാൻ തിയററ്റിക്കലി ഒന്നും പോകുന്നില്ല. തിയററ്റിക്കിനേക്കാൾ ആവശ്യം നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് വരുന്നത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതാണ് നമ്മളുടെ കാണാമോ മാഡം? കാണാം. ഗാസ്ട്രോഎൻട്രോളജി ആൻഡ് ഹോമിയോപ്പതി. ശരി. തിയററ്റിക്കലി എനിക്ക് തോന്നുന്നു അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളുടെ സ്ട്രേറ്റ് അവേ ഞാൻ ക്ലിനിക്കിലോട്ട് പോവാണ്. എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? സാധാരണ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കുട്ടികളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ഇതുള്ള വന്നു കഴിഞ്ഞാൽ ആദ്യം പറയാം, ഇവനൊന്നും കഴിക്കണില്ല ഡോക്ടർ. 90% നമ്മുടെ ക്ലിനിക്കിൽ ആദ്യം വരുമ്പോൾ ഇവനൊന്നും കഴിക്കണില്ല, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറച്ച് അവിടെ കഴിക്കും ഇവിടെ കഴിക്കും, അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇതാണ് ആദ്യത്തെ. ബാക്കിയൊക്കെ പിന്നെയാണെങ്കിൽ അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ ആദ്യത്തെ കംപ്ലൈന്റ് ആണ്. അന്നാ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മൂമ്മമാരൊക്കെ കുത്തി കയറ്റണുണ്ടാവും. ബേസിക്കലി ആയിട്ട് കുറെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ മെയിൻ നമ്മളുടെ അടുത്ത് വരുന്ന ജെനുവിൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ അവർ ലീനാണ്, ചിലപ്പോൾ കഴിക്കണില്ല, അപ്പറ്റായിട്ടില്ല, അവൻ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടാവും, കഴിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല, ചിലപ്പോൾ കഴിക്കണുണ്ടാവില്ല കുട്ടി. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ആദ്യം വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ആദ്യം മെഡിസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ കുട്ടിയുടെ ഡയറ്റ് നോക്കുക, ആ കുട്ടിയുടെ ഫുഡ് ഹാബിറ്റ്സ് നോക്കുക, ആ കുട്ടിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് നോക്കുക. പാരൻസ് കൊടുക്കുന്നത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഫുഡുകളാണോ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നത് അവനെ തീറ്റിച്ച് എങ്ങനെയൊക്കെയോ കുത്തിക്കയറ്റുന്നതാണോ, അതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുക. അതൊന്നുമല്ല, അവന് കഴിക്കാത്ത ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവന്റെ കേസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡീറ്റെയിൽ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട മെഡിസിൻസ് ഏതൊക്കെയാണ്? നമ്മൾ സാധാരണ ചിന്തിക്കുന്ന മെഡിസിൻസ് ആണ് ലൈക്കോപോഡിയം. ഓക്കെ, ലൈക്കോപോഡിയം എല്ലാവർക്കും അറിയാവുന്ന പോലെ ലൈക്കോപോഡിയം ബ്ലോട്ടഡ് ആണ്, ഗ്യാസ് ഫോർമേഷൻ ആണ്, ഫുൾ ഉണ്ട്, ഫ്ലാറ്റുലൻസ് ഉണ്ട്. ദിസ് ഇസ് സിമ്പിൾ. എല്ലാവർക്കും അറിയാവുന്ന പോലെ ലൈക്കോപോഡിയം പോയോ? ഇല്ല, കാണുന്നുണ്ട്. ലൈക്കോപോഡിയം. ലൈക്കോപോഡിയം ഇതാണ് ബേസിക്കലി നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റില് ഇതില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്ന മരുന്നുകളാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ ക്ലിനിക്കലും ഞാൻ എൻ്റെ ഇത് വെച്ചിട്ട് ആലോചിക്കുന്ന കേസാണ്. ബാക്കിയുണ്ട് നെക്സോമിക്ക, അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ ആ ഒരു ലെവലിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ലെവലിലോട്ട് ഞാനൊന്നും പോകുന്നില്ല.
അപ്പൊ ലൈക്കോപോഡിയം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? ലൈക്കോപോഡിയം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഗ്യാസ് ഉണ്ട്, അപ്പറ്റൈറ്റ് കുറവാണ്. ചിലപ്പോൾ കുട്ടികൾ പറയും ഫ്ലാറ്റുലൻസ് ഉണ്ട്. ഇല്ല, ഭയങ്കര ക്രാങ്കിയാണ്, അവനെ കഴിപ്പിക്കാന്ന് പറയുന്നത് വലിയ പണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആദ്യം വരുന്ന ചിന്ത ലൈക്കോപോഡിയം. അടുത്തത് എന്റെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജെൻഷ്യ ലൂട്ടിയ എന്ന് പറഞ്ഞ മെഡിസിൻ ആണ്. ടിഞ്ചറാണ് അത്. വൺ ഓഫ് ദ ബെസ്റ്റ് ടോണിക്സ് ആണ്. അപ്പറ്റൈറ്റ് കൂട്ടാൻ പറ്റുന്ന ഹോമിയോപ്പതിക് മെഡിസിൻസിൽ ഏറ്റവും നല്ല ടോണിക് ആണ്. ഈവൻ നമുക്ക് ഇപ്പൊ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ കുട്ടികൾക്ക് ചെയ്ത് നമുക്ക് ചില നമ്മള് ജെൻഷ്യ ലൂട്ടിയ 100 ml ഒരു 10 ml ജെൻഷ്യ ലൂട്ടിയ ടിഞ്ചറും പിന്നെ 90 ml നമ്മുടെ എന്താ പറയുക ഷുഗർ സിറപ്പും മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 20 ml ജെൻഷ്യ ഇതും ബാക്കിയുള്ളത് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഒരു 10 ഉള്ളി വെച്ച് 3 നേരം കൊടുക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് 3 നേരം കൊടുക്കാൻ പറയാം. ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. പക്ഷെ ഇറ്റ് വിൽ ഗിവ് യു മച്ച് ബെറ്റർ റിസൾട്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നവർക്ക് എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇതില്. പക്ഷെ ഈ ഒരു സിംറ്റത്തിന് വേണ്ടി മാത്രം കേസ് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും എടുക്കേണ്ട കാര്യമില്ല. അത് പിന്നെ ഞാൻ ക്ലിനിക്കിൽ കൂടുതൽ കൊണ്ടുവന്നത് ജെറാനിയം മാക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ അൾസേഴ്സ് ആൻഡ് ഗാസ്ട്രിക് അൾസേഴ്സിന് പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ജെറാനിയം മാക്ക്. അൾസറേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, നമ്മൾ ഈവൻ ഗാസ്ട്രിക് അൾസറിന്റെ വോമിറ്റിംഗ്, എമർജൻസി വോമിറ്റിംഗ്സും പോലും നമുക്ക് ഇതിൽ വ്യത്യാസം വരുത്താൻ പറ്റും. പെട്ടെന്ന് റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഈവൻ വിത്തിൻ അവേഴ്സ്. നമ്മൾ ടിഞ്ചറാണ് ഞാൻ കൊടുക്കാറ്. അവേഴ്സിൽ തന്നെ വ്യത്യാസം വരുത്താൻ പറ്റും. ഒരു 5 ഡ്രോപ്സോ അല്ലെങ്കിൽ 10 ഡ്രോപ്സ് എവറി 1 hourly അല്ലെങ്കിൽ എവറി 15 minutes 20 minutes വോമിറ്റിംഗ് കൂടി ഉണ്ടെങ്കിൽ 20 minutes ഇട്ട് കൊടുക്കുക. ഒന്ന് കാം ഡൗൺ ചെയ്യും, പിന്നെ ഇത് ചെയ്യാം. പക്ഷെ ഏത് ഇത് വന്നാലും ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക. കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ജോണ്ടിസ് ഇല്ല, പിന്നെ ലിവർ എൻലാർജ്ഡ് അല്ല, മെസെൻട്രിക് ലിംഫഡിനൈറ്റിസ് ഇല്ല, അങ്ങനെയുള്ള കംപ്ലൈൻസ് ഒക്കെ നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്യാം. പറഞ്ഞു വരുമ്പോൾ മെസെൻട്രിക് ലിംഫഡിനൈറ്റിസ് അറിയാലോ, വയറുവേദന എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യും. നമ്മൾ അവസാനം ഒന്നും കിട്ടാതെ ആകുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യും. പക്ഷെ മെസെൻട്രിക് ലിംഫഡിനൈറ്റിസ് അറൌണ്ട് അംപ്ലിക്കസിൽ നമ്മൾ എന്താ പറയുക പെർക്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എക്സാമിൻ ചെയ്യുമ്പോൾ, പാൽപേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറൌണ്ട് അംപ്ലിക്കസിൽ നമുക്ക് കിട്ടുന്ന പെയിൻഫുൾ ആയിട്ടുള്ള ഇതുണ്ടാവും. ചിലപ്പോൾ നമ്മൾ സ്കാൻ റിപ്പോർട്ട് ആയിട്ടായിരിക്കും കുട്ടി വരിക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പറ്റൈറ്റ് കുറവായിരിക്കും, വോമിറ്റിംഗ് ഉണ്ടാവും, ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടിയായിട്ട് മാത്രം പറയുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഓൺലി 90 സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനാണ് മെർക്സോൾ. കണ്ണടച്ച് കൊടുത്തോ, റിസൾട്ട് വന്നിരിക്കും. വേറെ ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും മെസെൻട്രിക് ലിംഫഡിനൈറ്റിസിന് സ്ക്രോഫുലേറിയ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിനാണ്, സ്ക്രോഫുലേറിയ നോഡോസ. പക്ഷെ ഇൻഫ്ലമേറ്ററി കണ്ടീഷനും കൂടി ഉള്ളത് കൊണ്ട് മെർക്സോള് ഇസ് ദ മെഡിസിൻ. എൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നത് ചിലപ്പോ ഒരൊറ്റ മെഡിസിൻ അതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള പൊട്ടൻസി, ഹയർ പൊട്ടൻസി 1 ആണ് ഞാൻ സാധാരണ കൊടുക്കുന്നത്. അതും ഒരു 1 hour റിപ്പീറ്റ് ചെയ്യും, 2 ദിവസത്തേക്ക്. 1 hour അല്ലെങ്കിൽ വേദന കുറഞ്ഞു കഴിഞ്ഞാൽ 2 hour ആക്കാൻ പറയും, പിന്നെ അത് 4 hour ആക്കാൻ പറയും, പിന്നെ അത് 4 times ആക്കാൻ പറയും, അങ്ങനെ പിന്നെ കുറച്ച് കൊണ്ടുവരാൻ പറയും. വിത്തിൻ എ വീക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറയും. പിന്നെ കുറേ നാളത്തേക്ക് കുട്ടി അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇന്ന് ഒരു കുട്ടി വന്നു, ഞാൻ അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇന്ന് മെസെൻട്രിക് കഴിഞ്ഞ 6 മാസമായിട്ട് വന്നത്. കുട്ടി വന്നത് ഒരു സ്വിമ്മിങ്ങിനൊക്കെ പോയിട്ട് റാഷസിനാണ്. ഇതുവരെ കുട്ടിക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ വന്നതാണ് കുട്ടി, മെസെൻട്രിക് ലിംഫഡിനൈറ്റിസ് ആയിട്ട് വന്നതാണ്. അവന്റെ പേര് പോലും ഇന്ന് വന്ന കുട്ടിയാണ്. വന്നത് റാഷസിനാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് മെസെൻട്രിക് ലിംഫഡിനൈറ്റിസ്. 99% കേസസിലും ഈ ഒരു മെഡിസിൻസിൽ മാറും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രോഫുലേറിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് മെർക്കോറും നമുക്ക് ചിന്തിക്കാവുന്നതാണ്, സൈലീഷ്യ ചിന്തിക്കാവുന്നതാണ്. പക്ഷെ മെർക്സോളില് വണ്ണം എവറി 1 hourly വെച്ച് കൊടുക്കുക, ഒരു ദിവസത്തേക്ക്.
വേദന കുറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ 2 hourly ആക്കുക, പിന്നെ 4 times ആക്കുക, പിന്നെ അങ്ങനെ കുറച്ച് വിത്തിൻ 1 week പെർഫെക്റ്റ്. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ സാധനത്തില് നമ്മുടെ എന്താ പറയുക, ഇൻട്രസെപ്ഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് കുട്ടികളിൽ എക്സാമിൻ ചെയ്യണം. ഇനി ഇൻട്രസെപ്ഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് പ്ലംബമെറ്റും കൂടി ആഡ് ചെയ്യാം പ്രിസ്ക്രിപ്ഷൻസിൽ. 2 മെഡിസിൻ കൊടുക്കുന്നത് അത് കാരണം ചിലപ്പോൾ വി ആർ ഇൻ ഡൗട്ട്, നമുക്ക് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വരാനൊക്കെ സമയമെടുക്കും. പക്ഷെ നമുക്ക് 100% ഷുവർ ആണ് മെസെൻട്രിക് ലിംഫഡൈറ്റിസ് ആണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തത് നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ഇൻട്രസെപ്ഷൻ നമുക്ക് എക്സാമിനേഷനിലൊക്കെ കിട്ടും, പക്ഷെ സ്റ്റിൽ വി ആർ നോട്ട് ഷുവർ. അതിന്റെ ഗാർഡിങ്ങും ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എലിസിറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടേഴ്സിന് മാത്രമേ പെട്ടെന്ന് അതൊന്ന് എലിസിറ്റ് ചെയ്ത് അത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എലിസിറ്റിംഗ് ഓഫ് ദ സിംറ്റംസും അതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നും കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ആഡ് ഓൺ വിത്ത് പ്ലംബമെറ്റ് 200 ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. 2 ഒരുമിച്ച് റിപ്പീറ്റ് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഒരെണ്ണം മക്സുള്ള ആദ്യം കൊടുക്കാം, പിന്നെ ഇത് കൊടുക്കാം. ബട്ട് ആ ഒരു പോസിബിലിറ്റിയും നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ ചിന്തിക്കണം. അപ്പൊ അതൊന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞെന്ന് മാത്രം. റെസ്റ്റോക്സ് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഏത് കേസില്? അപ്പറ്റൈറ്റില്. നമ്മൾ റെസ്റ്റോക്സ്, ബോഡി പെയിൻ, ഫീവർ, ഇപ്പോഴത്തെ സീസണൽ ഫീവർ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറ്. പക്ഷെ അപ്പറ്റൈറ്റ് ഡിഫക്റ്റീവ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഡിസിൻ അല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് റെസ്റ്റോക്സ്. റെസ്റ്റോക്സിൽ എന്താന്ന് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ. റെസ്റ്റോക്സിൽ 2 സിംറ്റംസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, ക്രേവിങ് ഫോർ മിൽക്ക്. ആ കുട്ടിക്ക് ചിലപ്പോൾ പാലിനോട് ഭയങ്കര ഇഷ്ടമുണ്ടാവും. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഇൻക്രീസ്ഡ് തേഴ്സ്റ്റും ഉണ്ട്, പ്ലസ് അപ്പറ്റൈറ്റ് കുറവുണ്ടാവും. ഈ 3 കാര്യം കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതാണ്. 4മതൊരു സാധനം കൂടി കിട്ടും. അത് വേറൊരു അസുഖത്തിന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ ആണ്. റെസ്റ്റോക്സ് ഗോൾഡ് സ്റ്റോൺ അല്ലെങ്കിൽ ബിലിയറി കോളിക്കിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. ഫെൽറ്റോറി പോലെ തന്നെ സിംറ്റംസ്. നമ്മൾ ഭക്ഷണം കഴിച്ച ഉറക്കം വരും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത 1-2 മെഡിസിൻസിലാണ് റെസ്റ്റോക്സ് ഇൻ ഗോൾഡ് സ്റ്റോൺസ് കോളിക്കില്. നമ്മൾ എക്സാക്ട്ലി നമ്മൾ മിക്കവാറും 90% ഓഫ് ദ കേസസിലും നമ്മൾ ഫെൽറ്റോറിയാണ് കൊടുക്കുക. എസ്പെഷ്യലി ഗോൾഡ് സ്റ്റോൺ ഉണ്ട്, അവരെന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരും. നമ്മൾ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഗോൾഡ് സ്റ്റോണിന്റെ ഫെൽറ്റോറിയിൽ. അതേ സിംറ്റം റെസ്റ്റോക്സിലുണ്ട്. ഓക്കെ. അപ്പൊ 2 മെഡിസിൻസ് ആണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വരിക ഈ ഗോൾഡ് സ്റ്റോണിന്. ഓക്കെ. പിന്നെ കാർബോളിക് ആസിഡ്, ദാറ്റ് ഈസ് അനദർ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. കാർബോളിക് ആസിഡിന്റെ ഗുണം എന്ന് വെച്ചാൽ എല്ലാം ഫെർമെന്റഡ് ആണ്, സ്ലോ ആണ്, പുളിച്ച് തേട്ടിലുണ്ടാവും. ചിലപ്പോ വയറ്റിൽ നിന്ന് മറ്റേ ലൂസ് മോഷനിൽ അതിനും പുളിപ്പുണ്ടാവും. ഒരുമാതിരി പ്യൂട്രിഡ് സ്മെൽ ആൻഡ് ടേസ്റ്റ് ആണ്. ഓക്കെ. നെക്സോമിക്ക ഒന്നും ഞാൻ പറയാനില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാ ഇൻഡിക്കേഷൻസ് അറിയാവുന്നതുകൊണ്ട് നെക്സോമിക്ക ബാക്കിയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നല്ലോണം കൊടുക്കുന്ന മെഡിസിൻസ് തന്നെയാണ്. പക്ഷെ ഞാനിവിടെ അത് പറയുന്നില്ല എന്ന് മാത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എവ്രി വൺ നോസ് ഇൻഡിക്കേഷൻസ്. അതുകൊണ്ട് കൂടുതൽ അതുമ കയറി നമ്മൾ ഇത് കണ്ട് ഇങ്ങനെ മെഡിസിൻസ് മെട്രിയാമെഡിക്കൽ ഉണ്ട്, നമ്മൾ ചിന്തിക്കണം, കൊടുക്കണം. കാർബോളിക് ആസിഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അതിലും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ് ലെസിത്തിൻ. അവർക്ക് അനീമിയം കൂടി ഉണ്ടെങ്കിൽ, HBയുടെ കുറവുണ്ട്, നമ്മൾ സാധാരണ കൊടുക്കുക എന്താണ്, 5-ഫോസ് കുലുക്കി അങ്ങോട്ട് കൊടുക്കും, ടോണിക് പോലെ നമ്മൾ കുലുക്കി കൊടുക്കും. അതിന് പകരം അനീമിക് കേസ് ആണെങ്കിൽ ലെസിത്തിൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇംപ്രൂവ്സ് ഫാസ്റ്റർ. അനീമിയൊക്കെ പെട്ടെന്ന് ഇതും അതിന്റെ ആക്ഷൻ തന്നെ ലെസിത്തിൻ 3x 30 അതിന്റെ ആക്ഷൻ തന്നെ നമ്മുടെ ഹിമോഗ്ലോബിനിലും റെഡ് ബ്ലഡ് സെൽസിലൊക്കെയാണ് അത് പെട്ടെന്ന് അങ്ങോട്ട് ആക്ട് ചെയ്യണത്. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് അനീമിയ കറക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. പിന്നെ ആന്റിം ക്രൂഡ്. ഓക്കെ. ഇതാണ് നമ്മുടെ ക്ലിനിക്കിൽ ഫസ്റ്റ്
90% ഓഫ് ദ കേസസിൽ പീഡിയാട്രിക് കേസസിൽ അബ്ഡോമിൻ ആയിട്ട് വരുമ്പോൾ ആദ്യത്തെ കേസ് കേട്ടാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നമുക്ക് വരുന്നുള്ളൂ. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഹെപ്പറ്റൈറ്റിനെ ചിലപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ പറയും ഹെപ്പറ്റൈറ്റ് കഴിക്കണം എന്നുണ്ട് സാറേ, പക്ഷെ പെട്ടെന്ന് അവൻ ഒരു കവിള് വെക്കുമ്പോഴത്തേനൊക്കെ പോവും. അത് നമുക്കറിയാവുന്ന മെഡിസിൻസ് ആണ്, ലൈക്കോപോഡിയ. ഓക്കെ, ലൈക്കോപോഡിയത്തിന്റെ നമുക്ക് ഡീറ്റെയിൽ അറിയാലോ, കൂടുതലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ലൈക്കോപോഡിയത്തിനെ കുറിച്ച്. പക്ഷെ ഇവിടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് സൈക്ലമൻ ആണ്. സൈക്ലമൻ നമ്മൾ എപ്പോഴൊക്കെ കൊടുക്കുക? ഒന്ന്, കണ്ണിന്റെ പ്രോബ്ലംസിന് സൈക്ലമൻ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇതിന്, കാറ്ററാക്റ്റിന്. അല്ലെങ്കിൽ റെറ്റിനൽ ഇതിന് സൈക്ലമൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. രണ്ടാമത്തത് മെൻസ്ട്രൽ ഇഷ്യൂസ് ആൻഡ് ഫൈബ്രോ, മറ്റേ യൂട്രസ് ആയിട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ മെഡിസിൻ സൈക്ലമൻ ബെറ്റർ ആണ്. ആൻഡ് സൈക്ലമൻ ഇസ് മച്ച് ഇൻഡിക്കേറ്റഡ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് സൈക്ലമന്റ് നമ്മുടെ വായിലൊരു ഉപ്പ് രസം വരും. മിക്കവാറും ഈ കളിക്കുന്ന കുട്ടികൾക്ക്, സ്പോർട്സിലുള്ള കുട്ടികൾക്ക്, ഇവർക്കൊക്കെ ഉപ്പ് രസം വരും വായില്. അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉപ്പ് രസം, ഡോക്ടർ എപ്പോഴും അവന്റെ വായിലൊരു ഉപ്പ് രസമാണെന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് എപ്പോഴും പറയും. രണ്ട് കാര്യമുണ്ട്. സലൈവ ഉപ്പ് രസത്തിൽ വരുന്നത് ലങ്സിന്റെ പ്രശ്നങ്ങളുണ്ട്. സിസ്റ്റിക് ലീഷൻസ് ഓഫ് ദ ലങ്സ്. ആ കുട്ടി പെട്ടെന്ന് വീക്ക്നെസ് ആവുന്നുണ്ടെങ്കിൽ, സിസ്റ്റിക് പ്രോബ്ലം, ആ കുട്ടിക്ക് റെസ്പിറേറ്ററി കംപ്ലൈന്റ് കൂടി വരുന്നുണ്ടെങ്കിൽ, സൈക്ലമൻ ഈസ് ദ മെഡിസിൻ ഫോർ ദ സോൾട്ടി ടേസ്റ്റ് ഇൻ ദ മൗത്ത് ആൻഡ് സോൾട്ടി ടേസ്റ്റ് ഇൻ ദ സലൈവ. ഓക്കെ, ആ കുട്ടി കളിക്കുന്ന കുട്ടിയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട അവൻ ഡീഹൈഡ്രേറ്റഡ് ആണോ എന്ന് നോക്കണം. ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും വരും. അതുപോലെ അവൻ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോഴും സോൾട്ടി മെഡിസിൻസ്, മറ്റേ മലേറിയയുടെ മെഡിസിൻസും പിന്നെ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ വരുന്നത് ഇതിൽ വരും. പിന്നെ ഡീഹൈഡ്രേഷൻ ആണ് മെയിൻ കോസ്, സോൾട്ടി ഇത്. അപ്പൊ നമ്മൾ മെഡിസിൻ മാത്രമല്ല നോക്കേണ്ടത്. മെഡിസിന് ത്രൂ നമുക്കൊരു സിംറ്റം ത്രൂ മെഡിസിൻസിലോട്ട് പോകണം. അത് കൂടുതൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ നോക്കണം. അതിന്റെ കൂടെ ഡയഗ്നോസിസിലോട്ട് പോകണം. സോൾട്ടി ടേസ്റ്റ് ഇൻ ദ മൗത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ മാത്രം എടുത്തോണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു മെഡിസിൻ നമ്മൾ റെപ്പർട്ടറൈസ് ചെയ്ത് സോൾട്ടി ടേസ്റ്റ് ഇൻ ദ മൗത്ത്, നമുക്ക് ചിലപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ കിട്ടും. പക്ഷെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവന് വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല, റെസ്പിറേറ്ററി കംപ്ലൈൻസ് ഒന്നുമില്ല, ചെസ്റ്റ് ഒക്കെ നോക്കുക, സിസ്റ്റിക് കംപ്ലൈൻസ് ഒന്നുമില്ല, അതുപോലെ ഡീഹൈഡ്രേഷൻസ് ഇല്ല, ടുബാക്കോ. ചില കുട്ടികൾ 10, 12, 13 വയസ്സൊക്കെയുള്ള കുട്ടികൾ, 14 വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ മറ്റേ സാമിയും സിഗരറ്റൊക്കെ വലിക്കുന്ന കുട്ടികളാണ്. നമ്മൾ പണ്ടത്തെ പോലെ ഒന്നും അല്ല. അപ്പൊ അങ്ങനെ വല്ല ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിലും ഈ ടേസ്റ്റ് കിട്ടും. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സ്പെസിഫിക് ടു നെക്സോമിക്ക. ഓക്കെ, നെക്സോമിക്കും ഈ സൈക്ലമനും ഏകദേശം ഒരേ സിംറ്റംസ് ആണ്. എക്സെപ്റ്റ് സോൾട്ടി ടേസ്റ്റ് ഉണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിലും സൈക്ലമൻ അപ്ലിക്കബിൾ ആണ്. പക്ഷെ സോൾട്ടി ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ, ഈ സോൾട്ടി ടേസ്റ്റ് കിട്ടാത്തതൊന്നല്ല, വളരെ കോമൺ ഇതാണ്. അപ്പൊ അവൻ ഡീഹൈഡ്രേഷൻസ് ഉണ്ടെങ്കിൽ നല്ലോണം വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ IV കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, നമ്മുടെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, ലെസിത്തിൻ ഞാൻ പറഞ്ഞു, സോൾട്ട് ഇതൊക്കെ പറഞ്ഞു, സൈക്ലമൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഡിസ്പെപ്സിയ, ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ഗ്യൂനിയ. ഡിസ്ഗ്യൂനിയ എന്ന് പറയും ഈ സോൾട്ടി ടേസ്റ്റ്. ഓക്കെ, അത് എപ്പോഴും കൂടി വരും. സൈനസൈറ്റിസും കൂടി ഉണ്ടോ എന്ന് നോക്കണം. സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ പോസ്റ്റ് നാച്ചുറൽ ട്രിപ്പിങ്ങിനോട് സോൾട്ടി ടേസ്റ്റ് വായിൽ വരും. അപ്പോൾ ഒരു സോൾട്ടി ടേസ്റ്റ് വരുന്നുണ്ട്, ഡോക്ടർ വായിൽ ഉപ്പ് രസം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ സൈനസൈറ്റിസ് നോക്കുക. ക്രോണിക് സൈനസൈറ്റിസ് ആണോ അക്യൂട്ട് സൈനസൈറ്റിസ് ആണോ എന്ന് നോക്കുക. അപ്പൊ ഉണ്ടെങ്കിൽ സൈക്ലമന്റെ കൂടെ നമുക്ക് പിന്നെ ആലോചിക്കാനുള്ള മെഡിസിൻ, സൈനസൈറ്റിസിനുള്ള മെഡിസിൻസ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്. ഞാൻ സൈനസൈറ്റിസിലോട്ട് പോകുന്നില്ല, പക്ഷെ ഇത് കോറിലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ഓക്കെ, പിന്നെ ഫുഡ് അവേർഷൻസ്. സാധാരണ സാറേ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, എന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റും. കോൾച്ചിക്കം,
സാധാരണ ആ കുട്ടി ഒന്നും കഴിക്കണില്ല ഡോക്ടർ, അവന്റെ മുമ്പിൽ കൊണ്ടു വെച്ചാലും അവൻ എപ്പോഴും നോക്കിയാലും വേണ്ട വേണ്ട വേണ്ട. ഫുഡ് അവേർഷൻസ്. ഓക്കെ, ഫുഡ് അവേർഷൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ് ഞാൻ കൊടുക്കുന്നതാണ് കോൾചിക്കം, ഇപ്പിക്കാക്ക് ആൻഡ് കാലിബൈക്ക്. കാലിബൈക്കിന് അവേർഷൻസ് വരാൻ കാരണം ചിലപ്പോൾ അസിഡിറ്റി ഉണ്ടാവും, ചിലപ്പോൾ പിള്ളേർ സമയത്തിനൊന്നും ഭക്ഷണം കഴിക്കാനില്ല ഇപ്പൊ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അസിഡിറ്റി ഉണ്ടാവും. അസിഡിറ്റിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് റൊബൈന. അതൊക്കെ ഉണ്ടെങ്കിലും എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഗിവൺ ടെസ്റ്റഡ് ഒരു മെഡിസിൻ ആണ് കാലിബൈക്ക്. ട്രൈഡ്, ടെസ്റ്റഡ്, കൺഫേംഡ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കാലിബൈക്ക് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. നോസിയ ഉണ്ടെങ്കിൽ ഇപ്പിക്കാക്ക്, നോസിയ അല്ല വൊമിറ്റിംഗ് ഉണ്ടെങ്കിൽ, ചെറിയ ഛർദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പിക്കാക്ക്. ഇവൻ ഛർദിച്ചില്ലെങ്കിലും വാഗസ് നെർവിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഈ അവേർഷൻസ് ഒക്കെ നമുക്ക് വരുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ പറ്റണില്ല, കാണുമ്പോൾ പറ്റണില്ല. അപ്പോൾ ആ ഒരു സിംറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഡയഫ്രം ടു സ്റ്റൊമക് കൺട്രോൾ ചെയ്യണത് വേഗസ് നെർവാണ്. വേഗസ് നെർവിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ഇപ്പിക്കാക്ക്. അപ്പൊ കോറിലേഷൻ പോണത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അസിഡിറ്റി ഉണ്ടോ നോക്കാം. അവന്റെ ഫുഡ് ഹാബിറ്റ്സും കൂടി നോക്കിക്കഴിഞ്ഞാൽ വി കൻ 100% ഷുവർ ഈ 2-3 മെഡിസിൻസിൽ മിക്കവാറും 90% അവേർഷൻ ടു ഫുഡ് ഹാബിറ്റ്സ് കുറയും. ഓക്കെ, പിന്നെ ഫുഡ് സ്മെൽ സൈറ്റ് ഓഫ് കോൾചിക്കം. നമ്മൾ പറയാം ഭക്ഷണം കാണുമ്പോൾ തന്നെ അവന് കഴിക്കാൻ തോന്നില്ല. കോൾചിക്കം. ആൻറ്റീം ക്രൂഡ്. ആൻറ്റീം ക്രൂഡ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അതിന്റെ കൂടെ പിക്കിൾസിനും ക്രേവിങ്ങും അത് ഇതൊക്കെ ഉണ്ട്. അത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. യു ഓൾ നോ. പിന്നെ ക്രേവിങ് ഫോർ ഫുഡ്, എന്ത് കൊടുത്താലും കഴിക്കും. ക്രേവിങ്സ് വരുന്നത് ആസിഡ് സൾഫ്, ആസിഡിക് ക്രേവിങ്സും ബാക്കി കാര്യങ്ങളും. ഓക്കെ, ആസിഡ് സൾഫിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ഇത്. കൂടുതൽ ക്രേവിങ്. സെലീനിയം, സെലീനിയത്തിന്റെ പ്രശ്നം, സെലീനിയം എന്ത് കിട്ടിയാലും കഴിക്കും. വീക്കാണ് സെലീനിയം എന്ത് കിട്ടിയാലും. കാപ്സിക്കം, ദാറ്റ് ഈസ് അനദർ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. കാപ്സിക്കം നെഞ്ചരിച്ചിൽ വരും. അപ്പൊ എന്ത് കിട്ടിയാലും കഴിക്കും. വെള്ളം എപ്പോഴും വേണം. കാരണം വെച്ചാൽ കാപ്സിക്കത്തിന്റെ മെഡിസിൻ നമുക്കറിയാലോ. കാപ്സിക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും. സിഫിലിനം, സിഫിലിനം അനദർ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ക്രേവിങ്ങിന്റെ കൂടെ ആസിഡിറ്റി ഉണ്ടാവാം, അൾസർ ഉണ്ടാവാം. ഓക്കെ, മെറ്റാലിക് ഐറ്റംസ്, അതായത് നമ്മൾ ഫുഡ് കഴിക്കാൻ തോന്നുന്നത് നമുക്ക് മെറ്റാലിക് ടേസ്റ്റ് വരുന്ന സാധനം. കൂടുതൽ സ്വീറ്റ്സ് ഒക്കെ സിഫിലിന്റെ നല്ല ക്രേവിങ്സ് ആണ്. അസിഡിറ്റി വരും, ത്രോട്ടിൽ വരും. കാർബോളിക് ആസിഡ്, എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. കാലിബൈക്ക് കണ്ണടച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം. ഓക്കെ, അയഡോം നാട്രമ്യൂർ ഒക്കെ നമ്മൾ സാധാരണ സ്ഥിരം കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. നെക്സോമിക്ക, കാർബോവെജ്, റൊബൈന, പിന്നെ ഏതാണ് നമ്മൾ കൊടുക്കുന്നത്, ഹൈഡ്രാസ്റ്റിസ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചിന്തിക്കുന്ന മെഡിസിൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടില്ല. ഓക്കെ, മറ്റേ എല്ലാ മെഡിസിൻസും നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. പക്ഷെ ഈ മെഡിസിൻസ് ഓഫ് ലൈറ്റിൽ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാൻ ചെയ്തു തുടങ്ങി. കാരണം വെച്ചാൽ നമ്മൾ എല്ലാ മെഡിസിൻസും, നമ്മുടെ ബോറിക്കലും മെറ്റമെഡിക്കലും പറഞ്ഞ മെഡിസിൻസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുക. ഒരു 2-3 പേഷ്യൻസിന് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇവന്റെ ആക്ഷൻ എന്താണ്. മിനിറ്റ് വെച്ച് ചിലപ്പോൾ നമുക്ക് റിലീഫ് കിട്ടും. പിന്നെ അത് മാറില്ല. നമ്മൾ എന്ത് വന്നാലും ഇത് മതി, അത് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ടാണ്. വെറുതെ റിസ്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന മെഡിസിൻസിൽ ഒന്നാണ്. ഓക്കെ, അസാരിഡക്ട ഇൻഡിക്ക വൺ ഓഫ് ദ നല്ലൊരു മെഡിസിൻ ആണ് അസാരിഡക്ട ഇൻഡിക്ക. അതിനിങ്ങനെ പുകഞ്ഞോണ്ടിരിക്കും, ക്രേവിങ് ഉണ്ടാവും, സോറായിരിക്കും. ഓക്കെ, അസാരിഡക്ട ഇൻഡിക്ക ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ക്രേവിങ് ഉണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ വന്നിട്ട് നമ്മളുടെ അടുത്ത് പറയണതാണ് പുളിച്ച് തട്ടം. എപ്പോഴും വന്നിട്ട് പറയും പുളിച്ച് തട്ടണം, പുളിച്ച് തട്ടണം, പുളിച്ച് തട്ടണം. ഓക്കെ, സെപ്പിയ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സെപ്പിയയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സിംറ്റംസിൽ ഒന്നാണ്
അവന് വയറ്റിൽ ഒന്നും ഉണ്ടാവില്ല, സൾഫറിന്റെ ഫീലിംഗ് ആണ്, സൾഫറിന്റെ എംപ്റ്റിനെസ്, ഗോൺ ഫീലിംഗ് ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എപ്പോ നോക്കിയാലും ഡോക്ടറെ എന്തോ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ലാത്ത പോലെ, എനിക്ക് എന്തോ പോലെ ഇരിക്കുന്നത്, ഒന്നുമില്ല വയറ്റിലെന്ന് തോന്നുന്നു. പക്ഷെ ഇവൻ എന്ത് കഴിച്ചാലും ആ ഫീലിംഗ് പോവില്ല. ചിലപ്പോ ഒരു 5-6 മുട്ടായി എന്താന്ന് വെച്ചാൽ കഴിച്ചിട്ടുണ്ടാവും, നമ്മുടെ മുമ്പിൽ തന്നെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അവന് റിലീഫ് ഇല്ല. അത് സെപ്പിയയുടെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ, സൾഫറിനുണ്ട്, പക്ഷെ സെപ്പിയയ്ക്കും ഉണ്ട്. ഓക്കെ, പിന്നെ ടെറാക്സാക്കം, ബിലിയസ്നെസ്, അതായത് നമ്മൾ പുളിച്ച് തേട്ടി, അല്ലെങ്കിൽ നമ്മൾ പറയില്ല രാവിലെ തന്നെ പുളിവെള്ളം ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു വരും. പ്രഗ്നൻസി പീരീഡിലല്ല, അല്ലാത്ത ടൈമിൽ. ഓക്കെ, അതിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ് ടെറാക്സാക്കം. ടെറാക്സാക്കത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല് വൈറ്റ് കോട്ടിങ് ഉണ്ടാവും സ്പോട്സിൽ. നമ്മുടെ മേപ്പിൾ നാട്രമ്യൂറിന്റെ ഒക്കെ ടങ്ക് പോലെ ആയിരിക്കും, പക്ഷെ അവിടെ വൈറ്റ് കോട്ടിങ് വിത്ത് നല്ല സെൻസിറ്റീവ് ആയിരിക്കും ടെറാക്സാക്കം. ലിവർ എൻലാർജ്ഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ലിവർ മെഡിസിൻസിൽ ഒന്നാണ് ടെറാക്സാക്കം. എൻലാർജ്ഡ് ആയിരിക്കും, ഇൻറ്റുറേറ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ ബി സി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഹെപ്പറ്റൈറ്റിസിലും ആൽക്കോളിക് സിറോസിസിലും ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിനിൽ ഒന്നാണ് ടെറാക്സാക്കം. ഓക്കെ, പിന്നെ യുവോനിം എന്ന് പറഞ്ഞ മെഡിസിൻ. ഓക്കെ, യുവോനിമസ് അട്രോ പർപ്പൂറിയ എന്നാണ് അതിന്റെ ഫുൾ പേര്. ഓക്കെ, അത് കിട്ടൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, യുവോനിം അട്രോ പെർപ്യൂറിക്ക എന്നാണ്. യുവോനിം എന്ന് പറഞ്ഞ് നമ്മൾ അത് ഷോർട്ടാക്കി, ഞാൻ ഫുൾ പേര് പറഞ്ഞു എന്ന് മാത്രം. അതിന്റെ പറഞ്ഞോ മാഡം. അല്ല, എനിക്ക് കഴിഞ്ഞത് ഹൈഡ്രാസ്റ്റിസ് ആണ്. ഹൈഡ്രാസ്റ്റിസ് ഒന്നും പറയണ്ട, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൈഡ്രാസ്റ്റിസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ്. ഹൈഡ്രാ എഴുതിയിട്ടുണ്ട്, അത് പുറയിലോട്ട് വരാം. പക്ഷെ യുവാനിമിന്റെ അതിന്റെ ഇൻഡിക്കേഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അംപ്ലിക്കൽ റീജിയനിലായിരിക്കും അതിന്റെ പെയിൻ. അപ്പൊ നമ്മൾ ആദ്യം സസ്പെക്ട് ചെയ്യേണ്ടത് ഇത് അപ്പൻഡിസൈറ്റിസ്. അതിന് കുഴപ്പമുണ്ടാവില്ല, സീക്കം നോക്കുക, അതൊക്കെ നോക്കുക, വൊമിറ്റിംഗ് മക്ബർണി പോയിന്റ് ഒക്കെ നോക്കുക, ഒന്നും ഉണ്ടാവില്ല. കോൺസ്റ്റിപ്പേഷൻ വിത്ത് ഹാർട്ട് ബേൺ ആണ്, കോൺസ്റ്റിപ്പേഷൻ നല്ലോണം ഉണ്ടാവും യുവനിമിന്. ഓക്കെ, ഡൈജഷൻ വളരെ സ്ലോ ആണ്. ലിവർ മെഡിസിൻ അഗെയിൻ വൺ ഓഫ് ദ ബെസ്റ്റ് ലിവർ മെഡിസിൻ. ലിവർ സ്ലോ ആവുമ്പോൾ എല്ലാം സ്ലോ ആവും, അപ്പൊ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം ഈ യോനി വരുമ്പോൾ അംബ്ലിക്കൽ റീജിയനിൽ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കണം വേംസിന്റെ നോക്കണം, പ്ലസ് നമ്മുടെ അപ്പൻഡിസൈറ്റിസ് നോക്കുക. ഹൈഡ്രാസ്റ്റിസ് അത് വേറെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ്. ഐറിസ് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സിസ്റ്ററുടെ മോള് നമ്മുടെ ഇസ്മായിൽ ചേട്ടനെ കൊണ്ട് കാണിക്കാൻ ഒരു പ്രാവശ്യം പോയപ്പോ ഞങ്ങളൊക്കെ കൂടി കേസ് എടുത്തു. പക്ഷെ ഇസ്മായിൽ ചേട്ടന്റെ മുമ്പിൽ ചെന്നപ്പോൾ ഞാനും ഇസ്മായിൽ ചേട്ടന്റെ മരുമോനും കൂടി കേസ് എടുത്തത്. എന്നിട്ട് നമ്മൾ ചെന്നു, ചെന്നിട്ട് ഡോക്ടർ ഫസ്റ്റ് മെഡിസിൻ ഇവളുടെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൾക്ക് എന്താ ഉള്ളതെന്ന് വെച്ചു. ഹാർട്ട് ബേൺ ഉണ്ട്, വയറുവേദനയൊക്കെ ഉണ്ട്. ഐറിസ് കൊടുത്തോന്നു. ഐറിസിനെ കുറിച്ച് ചിന്തിച്ചോ എന്ന് വെച്ചു. സാറേ ഐറിസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചു, നിങ്ങൾ ഈ സിംറ്റം ചോദിച്ചോ എന്ന് വെച്ചു. ബേണിംഗ് റൈറ്റ് ത്രൂ ദ intestine, either from esophagus to anus. അത്രയ്ക്കും ബേണിംഗ് ആയിരിക്കും ഐറിസ്. ഓക്കെ, അപ്പൊ പുളിച്ച് തട്ടുമ്പോ ഈ ഇങ്ങനെ ഒരുമാതിരി വേദനയോ അല്ലെങ്കിൽ എരിച്ചിലോ, ബേണിംഗ് ത്രൂ ഔട്ട് ഫ്രം ഈസോഫാഗസ് ടു നമ്മുടെ ആനസ് വരെ. ഓക്കെ, പിന്നെ ഇത് വരുന്നത് തന്നെ നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഇസോഫാജൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നതാണ് കാർഡിയാക് ഓറിഫിസ് കോൺട്രാക്ഷൻ. അത് കറക്റ്റ് വരുമ്പോൾ സ്റ്റൊമക്കിൽ നിന്നൊക്കെ നമ്മൾ ഹൈറ്റസ് ഹെർണിയ, അതുപോലെ ഇസോഫെജൈറ്റിസിലൊക്കെ കാണുന്ന കണ്ടീഷൻസിൽ വരുമ്പോൾ നമുക്ക് ഇത് തന്നെ സോർനസും കാര്യങ്ങളൊക്കെ വരും. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മെഡിസിൻസിൽ ഒന്നാണ് ഫോസ്ഫറസ്.
ചുരുക്കി പറഞ്ഞാൽ ഫോസ്ഫറസ് അതിനൊരു നമ്മുടെ ഇത് പറയൂലേ, ഫോസ്ഫറസ് ഇൻഡിക്കേറ്റഡ് ആവാൻ ഡോക്ടറിന് സിഗ്നേച്ചർ ഉണ്ട്. ഫോസ്ഫറസ് എയറിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഗ്യാസിൽ അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ടച്ച് വന്നു കഴിഞ്ഞാൽ എരിയും, പുകഞ്ഞ് 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 പോയിരിക്കും. അൾസർ ഉണ്ടാവും. അത് നമ്മളിപ്പോ കയ്യിലിട്ടാണെങ്കിൽ അത് അവിടെ കുഴിയും. അതാണ് ഫോസ്ഫറസ്. അപ്പൊ അതേ സിംറ്റം ഇസോഫേജൈറ്റിസിലോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസേഴ്സിലോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന വൺ ഓഫ് മൈ ഫേവറേറ്റ് മെഡിസിൻസിലൊന്നാണ് ഫോസ്ഫറസ്. അപ്പൊ ഫോസ്ഫറസിന് വൈറൽ ഫീവർ മുതൽ ഫാറ്റി ലിവർ മുതൽ ലോകത്തുള്ള എന്തിനും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു പോളിക്രസ്റ്റിൽ ഒന്നാണ് ഫോസ്ഫറസ്. എന്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയണത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. അതുപോലെ ബെറേറ്റ മ്യൂർ, ബെറേറ്റ കാർബ് അല്ല, ബെറേറ്റ മ്യൂർ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മ്യൂറിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രിക്ഷൻ ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രിക്ചർ ഉണ്ടാവും. ഈ ആസിഡ് തട്ടി തട്ടി റിഫ്ലെക്സ് വന്ന് തട്ടി 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 ഒരു കൺസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് ഈ ബെറേറ്റ മ്യൂർ ഇൻഡിക്കേറ്റഡ് ആണ്. അതായത് ക്രോണിക് റിഫ്ലെക്സ് ഇസോഫേജൈറ്റിസ്. ഓക്കെ, നമ്മൾ ഡയഗ്നോസിസ് കൂടി നമ്മൾ കോറിലേറ്റ് ചെയ്യണം. വെറുതെ ഒരു മെഡിസിൻ ആണ്, അത് മെട്രിയാമെഡിക്കൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു സിംറ്റം ആണ്. പക്ഷെ ആ സിംറ്റം ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സിൽ ഏതൊക്കെ വരും, എന്തൊക്കെ ഡയഗ്നോസിസ് നമ്മൾ ആലോചിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബെറേറ്റ മ്യൂർ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ഏതൊക്കെ സിംറ്റം, ഏതൊക്കെ അസുഖങ്ങൾ, എന്തൊക്കെ നമ്മൾ ചിന്തിക്കണം, അതിനനുസരിച്ച് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ്, ഇതും നമ്മുടെ എന്താ പറയാ ഗ്യാസ്ട്രോസ്കോപ്പി മുതൽ എന്തും നമ്മൾ ചെയ്യിക്കേണ്ടതാണെങ്കിൽ ഓക്കെ, ഒരു മടിയും വിചാരിക്കരുത്, ഇൻവെസ്റ്റിഗേഷൻസിൽ നമ്മൾ ചെയ്യിക്കണം എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ബെറേറ്റ മ്യൂർ, അസിഡിറ്റിക്, ഇതൊക്കെ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് അബ്ഡോമൻ. അതിനാണ് നമ്മുടെ ക്ലിനിക്കിലെ എക്സാമിനേഷൻ ടേബിള് പൊടി തട്ടി ടവലും വിരിച്ച് ഇടാതെ നോക്കുക എന്ന് പറയുന്നത്. എല്ലാ കേസിലും 99 കേസസിൽ നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യണം. പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ അവർക്ക് എക്സാമിനേഷന് വേണ്ടി നമ്മൾ റെഡിയാക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ക്ലിനിക്കിൽ നമ്പർ 60 ഗ്ലോബ്യൂള് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് പേഷ്യന്റ് വരുമ്പോൾ വെറുതെ ഒന്നോ രണ്ടെണ്ണം എടുത്തു കൊടുത്ത് അവനെ ഒന്ന് നമ്മുടെ കയ്യിലാക്കി പതുക്കെ കൊണ്ടേക്കെടുത്തി, എന്നിട്ട് അച്ഛനും അമ്മേനൊക്കെ പിടിച്ചു നിർത്തി ഒരു ഡ്രാമ ഒക്കെ കളിച്ച് പതുക്കെ എക്സാമിൻ ചെയ്ത് എടുക്കുക. സോ ഫിസിഷ്യൻ, ഡോക്ടർ ഹാസ് ടു ഹാവ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ കൂടെ പേഷ്യൻസും വേണം. ഓക്കെ, കാർഡിയാൾജിയ എന്നൊക്കെ പറഞ്ഞത് ഇത് തന്നെ. കാർഡിയാൾജിയ എന്നൊക്കെ പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ഒനീസസ് അല്ല, ഒനിസ്കസ് ആണ്. ഓക്കെ, ഒനീസസ് അല്ല, ഒനിസ്കസ് ആണ്. എക്സ്ട്രീം ബേണിംഗ് ആണ്. ഓൾമോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ ഇസോഫേജൈറ്റിസ് അല്ലെങ്കിൽ ഇസോഫേജിയൽ അൾസേഴ്സ് അല്ലെങ്കിൽ ഇസോഫേജൈറ്റിസ് അല്ലെങ്കിൽ ഹയറ്റസ് ഹെർണിയക്ക് നമുക്ക് ബാക്കിയുള്ള മെഡിസിൻസ് എല്ലാം ഞാൻ ഒന്നും കൂട്ടത്തിലും കുറയ്ക്കണമൊന്നുമില്ല. ഒനിസ്കസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. നമുക്ക് ഒന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം നിങ്ങൾ ഇത് പിന്നെ വേറെ മെഡിസിൻ ഒന്നും ഓർക്കില്ല. അങ്ങനത്തെ മെഡിസിൻസുകളാണ് ഒനിസ്കസ്. അതുപോലെ അർജന്റം നൈട്രിക്കം എന്താണ്? ഫ്ലാറ്റുലന്റ് ഡിസ്റ്റൻസ്, അബ്ഡോമിൻ ഇങ്ങനെ വന്ന് വീർക്കും. നമ്മൾ ഇവൻ വെള്ളം കുടിക്കുന്നത് പോലും ഡയറിയ. ഓക്കെ, ഈവൻ നമ്മുടെ ബോറിക്കിലൊക്കെ പറയണെന്ന് വെച്ചാൽ ഈവൻ ദ ലിക്വിഡ് ഗോസ് ടു ദ റെക്ടം എന്ന് പറയാം. അങ്ങനെയാണ് എത്രയും ക്ലിയർ ആയിട്ട് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ് അർജന്റം നൈട്രിക്കം. കാർബോജ് നമുക്കറിയാവുന്നതാണ്. ഫെറം സയനറ്റിക്കം. സയനൈഡിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾസറേഷൻസ്, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. ഫെറം
അനീമിയ ഉണ്ടാവും, പൊളിച്ചത കെട്ടലുണ്ടാവും, ബേണിംഗ് ഉണ്ടാവും. ഫെറം സാനറ്റിക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ്ട്രിക് അൾസേഴ്സിനൊക്കെ, അല്ലെങ്കിൽ ഇസോഫെജൈറ്റിസ്, ഡ്യൂഡനൽ അൾസേഴ്സ്, ഗ്യാസ്ട്രിക് അൾസേഴ്സിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ഫെറം സാനറ്റിക്കം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കുക ഫെറം സാനറ്റിക്കത്തിൽ. ഓക്കെ, പിന്നെ ഹെമറ്റോമസിസ്. ഹെമറ്റോമസിസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നോക്കേണ്ടതാണ്. ഹെമറ്റോമസിസ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഛർദ്ദിച്ചു, ഒരു പ്രാവശ്യം ഛർദ്ദിച്ചു, ചോര കണ്ടു, അത് ചിലപ്പോൾ അസിഡിറ്റി ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ത്രോട്ട് കംപ്ലൈന്റ് ഉണ്ടാവും. ആക്കിയിട്ട് നമ്മൾ ചുമയ്ക്കുമ്പോൾ ചിലപ്പോൾ 1-2 സ്ട്രീക്സ് ഓഫ് ബ്ലഡ് കാണും. പാരൻസിന് ആ സ്ട്രീക്സ് കണ്ടാലും പാനിക് ആവും, അപ്പോൾ നമ്മളടുത്ത് വരും. ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെ കുറച്ച് ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒക്കൽ സ്റ്റൂള് നോക്കുക, ഇസോഫെജൈറ്റ്, മറ്റേ ഗാസ്ട്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ഇതൊക്കെ പറ്റാവുന്നതാണെങ്കിൽ നോക്കാൻ പറ്റും, നമ്മൾ അയച്ചു കൊടുക്കുക. പക്ഷെ മെഡിസിൻസ്, വൺ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഡിസിൻ എൻ്റെ ഇതിൽ ബ്ലീഡിങ് ഫോർ ഹെമറ്റോമസിസ് വന്നിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസ്. പിന്നെ ബ്ലീഡിങ് കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ മില്ലിഫോളിയം. ഓക്കെ, കാക്ടസ് ചിന്തിക്കാണ് പോലുള്ള നമ്മളുടെ മെഡിസിൻസിലൊന്നാണ്. കാക്ടസിന്റെ സിംറ്റംസ് ഇതൊക്കെ ഉണ്ടെങ്കിലും കൺസ്ട്രക്റ്റീവ് ഫീലിംഗ് ഇൻ ദ ചെസ്റ്റ്. കൺസ്ട്രക്റ്റീവ് ഫീലിംഗ് ഇൻ ദ ചെസ്റ്റ്. കാക്ടസ് എന്താ സാധനം? കള്ളിച്ചെടി അല്ലെങ്കിൽ മുള്ളുചെടി, നമ്മളുടെ വീട്ടിലൊക്കെ കാണുന്ന ഓർണമെന്റിൽ നല്ല മുള്ളക്കല്ല് അല്ലെ? ഒരു മുള്ളു കൊണ്ടാൽ എന്താവും? അവിടുന്ന് നമ്മുടെ കയ്യിലെ മുള്ളു കൊണ്ടാൽ ചോര പൊടിയും. അത് കമ്പയർ ചെയ്തൊന്ന് നോക്കിയ കാക്ടസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഡോക്ടർ നോ സിഗ്നേച്ചർ ആലോചിച്ചാൽ മതി. കാക്ടസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ദ വോമിറ്റിംഗ്, ബേണിംഗ്, കൺസ്ട്രക്റ്റീവ് ഫീലിംഗ് ഉണ്ടെങ്കിൽ, ചെസ്റ്റിൽ എന്തോ ഇരിക്കണം, അയ്യോ എന്തോ സംഭവം ഉണ്ട് തോന്നുന്നു, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് പെട്ടെന്ന് റിലീവ് ചെയ്യും. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് പേഷ്യന്റിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന മെഡിസിൻസിൽ ഒന്നാണ് ഇതൊക്കെ. പിന്നെ കൊക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കൊക്ക എന്ന് പറഞ്ഞ നമ്മളുടെ മെഡിസിൻ ഇല്ലേ, അതിന്റെ ആൽക്കലോയിഡ് ആണ് കൊക്കൈൻ. ഓക്കെ, കൊക്കൈന എന്ന് പറയും. കൊക്കൈൻ അല്ല, കൊക്കൈൻ മറ്റേ സാധനം. ഇത് കൊക്കൈന എന്ന് പറയുന്ന സാധനത്തില് ലാസ്റ്റിൽ ഈ ഇട്ടിട്ടുണ്ട്, അത് നോക്കണ്ട. കൊക്കൈനായാണ്. കൊക്കൈന എന്ന് പറയുന്നത് ആൽക്കഹോളിക്, മറ്റേ ആൽക്കലോയിഡ് ഓഫ് കൊക്കൈൻ. ഓക്കെ, ഇതിന്റെ ഗുണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്വീറ്റ്സ് ക്രേവിംഗ് ആണ്, പ്ലസ് അപ്പറ്റൈറ്റ് ഇല്ല. ഹെമറ്റോമസിന്റെ കൂടെ ഇതുണ്ടാവില്ല, അപ്പറ്റൈറ്റേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ കൊക്ക അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ആൽക്കലോയിഡ് ആണ് കൊക്കൈൻ. അപ്പൊ കൊക്ക കൊടുത്താൽ പോരെന്ന് ചോദിച്ചാൽ പോരാ. കൊക്കൈനയുടെ ഇൻഡിക്കേഷൻ കൊക്കൈനയ്ക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ വരാണ് ഹിക്കഫ് ഇല്ലേ? ഹിക്കഫിൽ വരുന്നത് മോർഫിനം വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം വീക്ക്നെസ് ഉണ്ടാവും. അതുപോലെ ഹിക്കഫ് എന്ന് പറയുന്നത് നെർവസ് ഒരു റിഫ്ലക്സ് ആണ്. ഓക്കെ, എഗെയിൻ ഹിക്കഫ്സ് വരുന്ന ഒരു പേഷ്യന്റിന്റെ ഗ്യാസ്ട്രിക് അൾസർ മുതൽ ഗ്യാസ്ട്രിക് എന്താ പറയുക, CA സ്റ്റൊമക്കും കൂടി ഉണ്ടോന്നും കൂടി നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഹിക്കഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കുറച്ച് താന്നുകൊണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് CAയും കൂടിയും നമ്മൾ റൂൾ ഔട്ട് ചെയ്യാനുള്ള നമ്മുടെ ഒരു ഇൻഡിക്കേഷൻ ആണത്. അപ്പോൾ ഹിക്കഫ് ആണെന്ന് പറഞ്ഞ് വെറുതെ വിടരുത്, എക്സാമിൻ ചെയ്യുക. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം നമ്മളുടെ മെഡിസിൻസിലോട്ട് പോവുക. മോർഫിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. എഗെയിൻ കുപ്രമെറ്റിന്റെ ഇതെന്താ വെച്ചാല്, നമ്മുടെ കാലിന്റെ റിഫ്ലക്സ് ഒക്കെ വരില്ല, നമ്മൾ മസിൽ പിടിക്കാന്നൊക്കെ പറയില്ല, ക്രാമ്പ് വരിക. എഗെയിൻ കുപ്രമെറ്റാണ്. കെജുപുട്ടം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. കെജുപുട്ടം നമുക്ക് ഫുൾ ഗ്യാസ്
Kejiputam is one of the best medicine for flatulence. Lycopodium, നമ്മൾ പറയില്ലേ ട്രൈ ഓഫ് ഫ്ലാറ്റുലൻസ് എന്നൊക്കെ പറയുന്ന പോലെ ലൈക്കോപോഡിയം, സിന എന്നൊക്കെ പറയുന്ന പോലെ, സിങ്കോണ, സിന എന്നൊക്കെ പറയുന്ന പോലെ, ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് കെജിപ്പുട്ടം. കെജിപ്പുട്ടം 30 കിട്ടും, ടിഞ്ചർ കിട്ടും. ഏത് മെഡിസിൻസ് കൊടുത്താലും ഉള്ള പൊട്ടൻസി അപ്പ കൊടുക്കുക. കാലിബ്രോം, കാലിബ്രോം നമ്മൾ ചിന്തിക്കുന്നത് മിക്കവാറും പിമ്പിൾസിനാണ്. പക്ഷെ പിമ്പിൾസിനെക്കാളും വൺ ഓഫ് ദ ബെസ്റ്റ്, പിമ്പിൾസിന്റെ അത്രയും ഇമ്പോർട്ടൻസിൽ യു കെൻ തിങ്ക് അബൌട്ട് ഹിക്കഫ്. കാലി ഇസ് എ കാലി മിക്കവാറും വരുന്ന എന്താണ്, കാലി വരുമ്പോൾ എപ്പോഴും അസിഡിറ്റി, സെൻസിറ്റിവിറ്റി, അൾസറേഷൻസ്, ഇതൊക്കെ കാലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. കാലി ബ്രൂം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഹിക്കഫ്സ്. സിങ്കം മെറ്റല്ല, സിങ്കം വലേറിയാനയാണ്. ഓക്കെ, ബോറിക്കില് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ലാസ്റ്റ് ലൈൻ ബോറിക്ക് സിങ്കം വലേറിയാനയുടെ ആ ഒറ്റ പാരഗ്രാഫുള്ള ലാസ്റ്റ് ലൈൻ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള ഒരൊറ്റ വാക്കാണ് ഒബ്സ്റ്റിനേറ്റ് ഹിക്കഫ്. അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആയിട്ട് ബോറിക്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഒബ്സ്റ്റിനേറ്റ് ഹിക്കഫ്. വേറെ ഒരു മെഡിസിനും നിങ്ങളുടെ കിട്ടിയില്ലെങ്കിൽ സിങ്കം മെറ്റല്ല, സിങ്കം വലേറിയാനയാണ്. ഓക്കെ, ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ ക്ലോറോഹൈഡ്രിയ, സാധാരണ മെഡിസിൻസ് എല്ലാം നമുക്കറിയാവുന്നതാണ്, നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷെ അട്രോഫിൻ എഗെയിൻ ഇതേ കാര്യങ്ങളാണ്. അട്രോഫിൻ നമ്മുടെ ബെലഡോണയുടെ ആൽക്കലോയിഡ് ആണ്. പക്ഷെ എന്താ പറയാ, അട്രോഫിൻ ഇട്ട് കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് ഡയലറ്റേഷൻ വരും, കണ്ണിൽ നിന്ന് ചിലപ്പോൾ വെള്ളം വരും. അതേപോലെ തന്നെ അട്രോഫിന്റെ അനദർ സിംറ്റം, ആൽക്കലോയിഡിന്റെ ഡയറക്റ്റ് സിംറ്റംസിൽ ഒന്നിനെ പറയും 30 ഉണ്ട്. അട്രോഫിൻ 30 നമുക്ക് കിട്ടും, 3x കിട്ടും. അപ്പൊ അട്രോഫിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ, ഒരു ഇൻഡിക്കേഷനും കൂടിയാണ് ഹൈപ്പർ ആക്ടിവിറ്റി, ഹൈപ്പർ അസിഡിറ്റി. ഓക്കെ, പിന്നെ റൊബേന നമുക്കറിയാം. അതിന്റെ കൂടെ റിലേഷൻഷിപ്പ്, നമ്മുടെ മെട്രിയോമെഡിക്കയില് ബോറിക്കലോ ബാക്കി ഏത് മെട്രിയോമെഡിക്കൽ നമ്മൾ വായിക്കുമ്പോൾ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മിക്കവാറും കേസുകളിൽ നമ്മൾ റൊബേന കൊടുക്കുന്നതിലും ബെറ്റർ ആയിട്ട് ഈ ഒരു മെഡിസിൻ ആക്ട് ചെയ്യും. അതാണ് റിലേഷൻഷിപ്പ്. മെട്രിയോമെഡിക്ക വായിക്കുമ്പോൾ, ബോറിക്ക് വായിക്കുമ്പോൾ റിലേഷൻഷിപ്പ് കൂടി വായിക്കണം എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്ന് ഒറെക്സിൻ ടെന്നേറ്റെ. ഒറെക്സിൻ ടെന്നേറ്റെ ഇറ്റ് കംസ് അണ്ടർ ദ റിലേഷൻഷിപ്പ് ഓഫ് റൊബേന. റൊബേന നമ്മൾ റൊബേന മാത്രം വായിക്കും, റിലേഷൻഷിപ്പ് വിടും. റിലേഷൻഷിപ്പിൽ നിങ്ങൾ കറക്റ്റ് ഒരു 2 ലൈൻ ഇറ്റാലിക്സിൽ എഴുതിയിട്ടുണ്ട്, ഹൈപ്പർ ആസിഡിറ്റി. ഒരൊറ്റ വാക്ക് മതി, നിങ്ങളൊന്ന് കൊടുത്തു നോക്ക്, എന്നിട്ട് റിസൾട്ട് എൻ്റെ അടുത്ത് മെഡിസിൻസ്. അറ്റ്ലീസ്റ്റ് 50% റിലീഫ് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ബാക്കി നിങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അതുപോലെ അർജന്റം നൈട്രിക്കം, അർജന്റം നൈട്രിക്കത്തിന്റെയും പ്രശ്നം ഇതാ. ഇതൊക്കെ ഓൾമോസ്റ്റ് സ്പെസിഫിക്. എനിക്ക് വലിയ ഇൻഡിക്കേഷൻസ് ഒന്നും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇൻഡിക്കേഷൻസ് ഒന്നും കിട്ടില്ല. നമ്മൾ ബാക്കിയുള്ള പോലെ ഗാസ്ട്രിക് അൾസറിന്റെ സിംറ്റംസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇഷ്ടംപോലെ മെഡിസിൻസ് ഉണ്ട്. 90% സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ് റുബൈനയും കാർബോളിക് ആസിഡും കാലിബൈക്കും. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ കൊടുത്തിട്ടില്ല. ഞാൻ കൂടുതൽ ഈ മെഡിസിൻസും കൂടി ഞാൻ കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ട്സിൽ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, പിന്നെ ഇൻഡൈജഷൻ. ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് അവിടെ നിന്നുള്ളത് ഒരു 1-2 പോയിന്റുകൾ ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറക്ടേഷൻസ്, ബിറ്റർ സോർ, അതായത് നെഞ്ചരിച്ച് വരുന്നത്.
അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഡിസിൻ നാട്രം കാർബാണ്. നാട്രം കാർബ് വേറെ എന്തിനൊക്കെ കൊടുക്കും? ഹെഡ് ഏക്കിന് കൊടുക്കും. നാട്രം കാർബ് സ്കിൻ ഡിസ്കളറേഷൻ, ബ്ലാക്ക് അഗ്രവേഷൻ, സൺ ആണ്. അതായത് മെലസ്മയ്ക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് നാട്രം കാർബ്. സബൈന 3x, സീക്കേൽ കോർ 3x, സബൈന അല്ല, സീക്കേൽ കോർ 3x അടുത്ത ഒരു മെഡിസിൻ ആണ് മെലസ്മയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഓക്കെ, എഗെയിൻ കാലിക്കാർബ്. കാലിക്കാർബിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അസിഡിറ്റി, അൾസറേഷൻസ്, പിന്നെ ഫോസ്ഫറസ്. അത് പറയാണ്ടല്ലോ. ഈ 3 മെഡിസിൻ ആണ് ഞാൻ ഈ ബിറ്റർ പുളിച്ച തട്ടിൽ ഒരുമാതിരി സോർ ടേസ്റ്റ് ഒക്കെ വരുന്നവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഫ്ലാറ്റുലന്റ് ഡിസ്റ്റൻഷൻ ഓഫ് സ്റ്റൊമക്ക്, അതായത് വയറ് വന്ന് വീർക്കുന്നത്. ഗ്രാഫൈറ്റിസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ഗ്രാഫൈറ്റിസിന്റെ കാര്യത്തിൽ ഫുൾ ഓഫ് ഇതാണ്, ഗ്യാസ് ആണ്. ഈവൻ കഴുത്തിന്റെ അവിടെ വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ന് കാണിക്കും. ഓക്കെ, നമ്മൾ എവിടെ പ്രസ് ചെയ്താലും എന്ന് കാണിക്കും. അങ്ങനെ പേഷ്യൻസ് ഉണ്ട് 90%. ചിലപ്പോൾ അത് ഹിസ്റ്ററിക് പേഷ്യൻസ് ആയിരിക്കാം, അല്ലാതെ തന്നെ വരുന്നവരുണ്ട്. ഞാൻ അന്ന് പണ്ട് പറഞ്ഞിരുന്ന ഒരു പാമ്പ് കടിച്ച ഒരു നണ്ണ്, ഞാൻ ആ പേഷ്യന്റിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. ഗ്രാഫൈറ്റിസ് 3x ആണ് അവർക്ക് കൊടുത്തത്. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണെന്നുള്ള ഒന്നാണ്. ഈ ഫ്ലാറ്റുലന്റ് ഡിസ്റ്റൻഷൻ സ്റ്റൊമക്കിന്റെ കൂടെ തന്നെ നമ്മൾ എവിടെ ഏതോ ബോഡി പാർട്സ് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്ടേഷൻസ് വരും. കജപുട്ടം പറയണ്ട. നെക്സ്റ്റ് മോസ്കറ്റയുടെ സെക്രീഷൻസ് എല്ലാം ഡ്രൈ ആയിരിക്കും. നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ ടങ് ഒക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. അതേപോലെ ഇറക്ടേഷൻസ് വരാനൊരു പാടായിരിക്കും, കുറച്ച് തിക്കായിരിക്കും. ഓക്കെ, ഇത് ലാക്കസിസ്. എഗെയിൻ ലാക്കസിസിന്റെ ഡിസ്റ്റൻഷൻ ഓഫ് ദ സ്റ്റൊമക്ക് നമ്മൾ തൊടാൻ പോലും സമ്മതിക്കില്ല, അത്രയും ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മള് എന്താ പറയാ, തൊടുക എന്നുള്ളതാണ്. തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ്. എസ്പെഷ്യലി ക്ലോത്ത്സ് ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടാണ്, വയറ് വന്ന് വീർക്കുന്നു, നമുക്ക് തൊടാൻ പറ്റുന്നില്ല. ലാക്കസിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഫ്ലാറ്റുലന്റ് ഡിസ്റ്റൻഷൻ. പ്രത്യേകിച്ച് ഗ്യാസ്ട്രിക് അൾസേഴ്സ് അല്ലെങ്കിൽ ഡ്യൂോഡനൽ അൾസേഴ്സ് അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ്. പിന്നെ അസോഫെറ്റിഡ, കായം. കായത്തിനെ കുറിച്ച് എന്ത് പറയാനാ? ബസ് സ്റ്റോപ്പിൽ വരെ കായം വിറ്റ് ഗ്യാസിന് മറ്റേ കുലുക്കി വിൽക്കുന്ന അസോഫെറ്റിഡ മുതല് സാമ്പാറിലിടുന്ന കായം മുതല് നമ്മൾ കായമില്ലാത്ത മലയാളികളില്ല എന്ന് പറയും. സാമ്പാർ മുതൽ എല്ലാ ഓൾമോസ്റ്റ് കുറച്ച് മിക്കവാറും കറികളൊക്കെ കായ ഇടുന്നതിന് പകരം ഇപ്പൊ അജിനോമോട്ടോ ഇട്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് മാത്രം. അപ്പോൾ കായത്തിന് മലയാളികളുടെ മെനുവിലും ഭക്ഷണത്തിലും എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻസ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കായം അല്ലെങ്കിൽ അസോഫെറ്റിഡ റിലീവ്സ് നമ്മുടെ ഗ്യാസ്. ഓക്കെ, കുറച്ച് ബ്രേക്ക് കൊടുക്കണോ അതോ കണ്ടിന്യൂ ചെയ്യണോ? 9 മിനിറ്റേ ഉള്ളൂ. ഇനി ഡിസ്കഷൻസ് വല്ലതും വേണമെങ്കിൽ അങ്ങനെ ആക്കാം, ബാക്കിയുള്ളത് വേണമെങ്കിൽ അടുത്ത. അല്ല, ഞാനൊന്ന് പറയാം. അപ്പൊ ആർക്കെങ്കിലും ഡിസ്കഷൻ റെഡി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിലോട്ട് പോവാം. അതെല്ലാരും ഇല്ലെങ്കിൽ ക്ലാസ് തുടരാം. ഓക്കെ ഓക്കെ, അപ്പോ ഇനി എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഹാൻഡ് റൈസ് ചെയ്യണമെങ്കിൽ പറയാനുള്ള അവസരം ഉണ്ട്. ആരും ഹാൻഡ് റൈസിന് മുമ്പോട്ട് വന്നില്ലെങ്കിൽ ക്ലാസ് തുടരാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണേ. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടോ നോക്കാം. ക്ലാസ് തുടരാം. ഹാർട്ട് ബേൺ, അഗൈൻ ഇറിറ്റേഷൻ, ഹാർട്ട് ബേൺ, നാട്രമ്യൂർ. മാഡം നേരത്തെ പറഞ്ഞ പോലെ നാട്രമ്യൂർ ഇസ് വൺ ഓഫ് ദ നല്ലൊരു മെഡിസിൻസിൽ ഒന്നാണ് നാട്രമ്യൂർ. കാരണം വെച്ചാൽ ഹാർട്ട് ബേൺ വരുമ്പോൾ കുറെ ഗ്രീഫ്, ചിലപ്പോൾ അസിഡിറ്റി, വറി, ടെൻഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ വരുന്നത്. നമ്മൾ അതൊക്കെ ഉണ്ടോന്നൊന്ന് ചോദിക്കുക. അങ്ങനെ വല്ല സിംറ്റംസോ വറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാട്രമ്യൂർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. സൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അത്
one of the best medicine if the heartburn is due to alcoholic beverages. Alcoholic patients, alcoholic അതിന് ഇങ്ങനെ ആൽക്കഹോളിസം റിലേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ടിഞ്ചറിലാണ്. സൾഫ്യൂരിക് ആസിഡ് ടിഞ്ചർ കൊടുക്കും. 31 mനൊന്നും വലിയ റിസൾട്ട് കിട്ടില്ല, ടിഞ്ചർ കൊടുക്കും. പക്ഷെ ടിഞ്ചർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേഷ്യന്റിന് അറിഞ്ഞു കൊടുക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ മാത്രമേ സൾഫ്യൂരിക് ആസിഡ് ടിഞ്ചർ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻസിയിലോട്ട് പോവാം. സൾഫ്യൂരിക് ആസിഡ് ഒരു പ്രാവശ്യം ഇതുപോലെ ആൽക്കഹോളിക് പേഷ്യൻസിന് ഞാൻ കൊടുത്തിട്ട് വൈഫാണ് ഒന്ന് വാങ്ങിക്കൊണ്ട് പോയത്. പോണ വഴിക്ക് അതൊന്ന് ലീക്കായി, അവരുടെ ബാഗ് തുളഞ്ഞ് മെഡിസിനും പോയി. എന്നിട്ട് അവർ പകുതി വഴിയിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ കുറെ ചീത്തയും പറഞ്ഞു. നമ്മള് മരുന്ന് 30 മാറ്റിക്കൊണ്ട് പുതിയ ബാഗാണ് ഡോക്ടർ, എന്താ ഞാൻ അത്രയും സ്ട്രോങ് മെഡിസിനാ തന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സൂചിപ്പിച്ച് സോപ്പിട്ട് പറഞ്ഞു വിട്ട്. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ഒരിക്കലും മറക്കാറില്ല. ഓക്കെ. പിന്നെ ഡയസ്കോറിയ ഹാർട്ട് ബേൺ പെയിൻ ഫ്രം ദ നമ്മുടെ ലിവർ സൈഡ് ടു ദ ബാക്ക്, എക്സ്ട്രീം ബാക്ക് ടു ദ ഷോൾഡർ. അതുപോലെ ബെൻഡിങ്, ഡയസ്കോറിയയുടെ ബെൻഡിങ് അമലറേഷൻ അല്ലെങ്കിൽ ബെൻഡ്സ് ലൈക്ക് ഇത്, ആ ഒരു ഇൻഡിക്കേഷനും കൂടി ഉണ്ടെങ്കിൽ ഹാർട്ട് ബേണിൽ ഡയസ്കോറിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ബ്രയോണിയ ഹാർട്ട് ബേണിന് നമ്മൾ ചിന്തിക്കാത്ത സാധനമാണ് അല്ലേ? ബ്രയോണിയ എന്താ സാധനം? ബ്രയോണിയ നമ്മുടെ ഇതിലല്ലേ, കോവക്ക ഫാമിലിയാണ് അല്ലേ? ബ്രയോണിയ എന്ന് പറയുന്നത് കോവക്കയുടെ ഒരു ഫാമിലിയാണ്. കോവക്ക ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ അൾസേഴ്സ്, ഗ്യാസ്ട്രിക് അൾസർ. കോവക്ക നമ്മൾ കൂടുതൽ കഴിക്കും. ഗ്യാസ്ട്രിക് അൾസേഴ്സ് ഉള്ളവർ അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ളവർക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വെജിറ്റബിളിലൊന്നാണ് ഈ കോവക്ക. കോവക്കയുടെ ഗ്രൂപ്പിൽ വരുന്നതാണ് ബ്രയോണിയ. നിങ്ങൾ ഒന്ന് കൊടുത്തു നോക്ക്. ഞാൻ കൊടുക്കാറുള്ളത് ടിഞ്ചറാണ്. ടിഞ്ചർ ഒരു 5 drops വെച്ചിട്ട്, അല്ലെങ്കിൽ 3 drops or 5 drops അല്ലെങ്കിൽ 7 drops വെച്ചിട്ട് എവറി 15 minutes 20 minutes കൊടുക്കും. ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടും. കൊടുത്തു നോക്കില്ല ഹാർട്ട് ബേൺ. ഇത് വന്നിട്ടുള്ളത് പെയിൻ ഇൻ ദ സ്റ്റൊമക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈറ്റിംഗ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രിക് അൾസറായി ഇല്ലേ? അതാണ് അതിന്റെ ഡയഗ്നോസ്റ്റിക് കണ്ടീഷൻസ്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ മെഡിസിൻസിൽ ഒന്നാണ്. നമ്മൾ പറയണതൊക്കെ ഉണ്ട്, ഞാൻ ഇല്ല എന്നല്ല പറയണത്, കോമൺ ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസിലുണ്ട്. പക്ഷെ തിങ്ക് അബൌട്ട് നെസ് മൊസ്കട്ട ആൻഡ് എബിസ് നൈഗ്ര. എബിസ് നൈഗ്രയുടെ ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മുടെ കാർഡിയാക് ഓറിഫിസിൽ വന്നിട്ട് ഒരുമാതിരി കെട്ടി നിൽക്കുന്നു. ഓക്കെ. എബിസ് കനഡൻസിസ് അല്ലെങ്കിൽ റുബേനിയയുടെ റുബേനിയ അല്ലല്ലോ, നമ്മുടെ R വെച്ചിട്ട് തന്നെ മറന്നുപോയി. എബിസ് നൈഗ്ര, എബിസ് കനഡൻസിസ്, അതുപോലെ റഫാനസ്. ഓക്കെ. റഫാനസിന്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഇൻ ദ ത്രോട്ട് ടു ദ സ്റ്റേണം വരെയാണ്. വയറ് പൊട്ടാൻ പോണെന്നുള്ള സെൻസേഷൻ. എബിസ് നൈഗ്രയുടെയാണ് നമ്മുടെ ശരിക്കും കാർഡിയാക് ഓറിഫിസസിൽ എന്തോ വന്നിരിക്കണ പോലെ. മറ്റേ റഫാനസില് മിക്കവാറും കാണുന്നത് ത്രോട്ടിന്റെ ഇവിടുന്ന് സ്റ്റേണം വരെ, അതിന് താഴെയാണ് നമുക്ക് എബിസ് നൈഗ്ര. ഇനി ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല, ആ ഒരു സിംറ്റം പറഞ്ഞു. എബിസ് നൈഗ്ര കൊടുത്തു, റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ. ഞാൻ ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. പക്ഷെ എബിസ് നൈഗ്ര വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ഇത് ഈ സ്ലൈഡ് കൊണ്ട് നിർത്താം. അഗെയിൻ ഗ്യാസ്ട്രൈറ്റിസ്. ഓക്കെ. അത് പറയാൻ സമയമുണ്ടോ? 27 ആയി. 13 സ്ലൈഡ് നമ്പർ 12 ഞാൻ നിർത്താണ്. ഇത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിലെടുക്കും.
ഓക്കെ, അപ്പൊ വളരെ സമയം പെട്ടെന്നാണ് പോയത്. സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും വളരെ നമസ്കാരം ഡോക്ടർ അനിൽകുമാർ. എവിടെ കാണുന്നില്ല. ഞാൻ കാണുന്നില്ല. പിന്നെ നമ്മുടെ ഹിക്കഫ്, അതിനകത്ത് എനിക്ക് ഒരെണ്ണം ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ഒരു വലിയൊരു അനുഭവം ഉണ്ടായത് നമ്മുടെ പതക് റെഫർ ചെയ്തപ്പോഴേ നമ്മുടെ ഡോക്ടർ എഹിയയ്ക്ക് ഒരു ഇക്കിള് വന്നു. IFPH തുടങ്ങിയ കാലഘട്ടത്തിലാണ്. പല മെഡിസിൻസ് കഴിച്ചിട്ട് കുറയാതെ വന്നപ്പം സ്ട്രമോണിയം 3 മാർക്ക് റെമഡിയാണ് പതക്ക് പറയുന്നത്. ഒറ്റ ഡോസ് കൊടുത്തപ്പോൾ തന്നെ ഇക്കിള് തന്നു. അവിടെയും ഇത് സ്ട്രമോണിയം ആക്ട് ചെയ്യാൻ കാരണം വെച്ചാൽ സ്ട്രമോണിയം നെർവ് ഇറിറ്റന്റ് ആണ്. അതെ. പക്ഷെ അതൊരു അതുകൊണ്ട് ഒരു അതായത് പുള്ളി അപ്പോഴേ ഞാൻ വെറുതെ റെഫർ ചെയ്ത് പറഞ്ഞു കൊടുത്തതാണ്. പുള്ളി കഴിച്ചപ്പോ തന്നെ സ്റ്റോപ്പായി. ഞാൻ വിളിച്ചപ്പോ പുള്ളി ഇക്കിളെടുത്തോണ്ടിരിക്കുകയായിരുന്നു. 1 മണിക്കൂർ വിളിച്ചു പറഞ്ഞ് സ്റ്റോപ്പായിരുന്നു. അതുപോലെ ഇതില് ഈ വയറിങ്ങനെ പൊട്ടാൻ പോകുന്ന, വയറിങ്ങനെ ഫുൾനെസ് ഭയങ്കര സംഭവമൊക്കെ പറയുമ്പോൾ ചൈന 200 ചൈനയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ. അതെ, ഭയങ്കര എഫക്റ്റീവ് ആണ് ചൈന. ഏത് പൊട്ടൻസിയാണ് കൊടുത്തത്? സ്ട്രമോണിയം സാറിന് കൊടുക്കുന്ന സ്ട്രമോണിയം 1 ആണ് പറഞ്ഞത്. പക്ഷെ പുള്ളിയിൽ 200 ഉള്ളായിരുന്നു. പറഞ്ഞു കൊടുത്ത 1 200 കഴിച്ചപ്പോ തന്നെ സ്റ്റോപ്പായി. പുള്ളിക്ക് സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ടെൻഷൻസ് വരാറുണ്ട്. പക്ഷെ പിന്നീട് ഇതുവരെ അധികം ഉണ്ടായിട്ടില്ല. നമ്മുടെ ആളി തന്നെ. ഞാൻ കൂടുതലും ഈ മെഡിസിൻസിലോട്ട് ഇട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ മെഡിസിൻസിലോട്ട് ഇപ്പൊ എപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കൂടുതൽ അതെ. ഞാൻ എന്റെ ക്ലിനിക്, ഇത് എന്റെ കോമൺ മെഡിസിൻസ് ആണ്. തീർച്ചയായിട്ടും അത് വലിയൊരു അറിവാണല്ലോ ഷെയർ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മോസ്കസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻസ് ആണ്. നമ്മുടെ പ്രത്യേകിച്ച് ഹിസ്റ്റീരിക്കും കൂടെ ആണെങ്കിൽ 100% റിസൾട്ട് ആണ്. എന്തിനാണ് മോസ്കസ് ഈ പറഞ്ഞ ആസിഡിറ്റി വന്നിട്ട് അയ്യോ എന്റെ ഹാർട്ട് പോണം മറ്റേന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോ ചത്തുപോന്നൊക്കെ പറയും. അപ്പം പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. നെഞ്ചരിച്ചില് മൊത്തം ആളങ്ങ് ക്ഷീണിക്കും. എനിക്കെന്തോ വലിയ രോഗം എന്നൊക്കെ പറഞ്ഞങ്ങ് ക്ഷീണിക്കും. അപ്പൊ മോസ്കസ് ഒരു ഹിസ്റ്റീരിക് മെഡിസിനും കൂടെ ആണ്. അതിപ്പോ സാധാരണ ഡോക്ടറെ അറിയാലോ സംഭവം. അപ്പോഴ് കുറച്ച് എന്താണ് ഇതൊക്കെ കാണിക്കുന്നതൊക്കെ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി സിംറ്റംസ് ഒക്കെ കാണിക്കും. മോസ്കസ് ഞാൻ 30 ആണ് സാധാരണ കൊടുക്കുക. 30 ഉള്ളൂ എൻ്റെ. അതാണ് കൊടുത്തപ്പോ തന്നെ റിസൾട്ട് ഉണ്ട്. അതുപോലെയാണ് നമ്മുടെ അസഫെറ്റിഡ. വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ. സാധാരണ ഡോക്ടർ കായം ടാബ്ലറ്റ് ഉണ്ടല്ലോ. കായം ടാബ്ലറ്റിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അസഫെറ്റിഡ 30 ഒക്കെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഏറ്റവും ബെസ്റ്റ് അസിഡിറ്റിക്ക് ഉള്ളത് അർജന്റീൻ നൈട്രിക്കം ഫ്രം 1 to CM. ഒക്കേഷണൽ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും. ഗ്യാസ് കണ്ടമാനം പോണേ ആണെങ്കിൽ എന്ത് മെഡിസിൻ കൊടുക്കാം? ഏതാണ്? കേട്ടില്ല. ലോവർ എൻഡിൽ കൂടെയാണ് ഗ്യാസ് കൂടുതൽ പോണതെങ്കിൽ കജപുട്ടം വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻസ്. കജാപൂട്ടം. അതില് ഭയങ്കര സ്മെല്ലും കൂടെ ഉണ്ടെങ്കിൽ ഒരു മെഡിസിൻ ഉണ്ട്. ഒരു സ്പെസിഫിക് മെഡിസിൻ ആണ് റസ് ഗ്ലാബ്ര. അതുപോലെ ഇത് ഗംബോജിയ. റസ് ഗ്ലാബ്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1-2 ഡോസ് കഴിയുമ്പോൾ ഒഫൻസീവ് സ്മെല്ലുണ്ടെങ്കിൽ പോകും. ഒഫൻസീവ് ആണ് 3 മാർക്ക്. ഓക്കെ കുമാർ ഡോക്ടറെ, നമ്മളെ സമയം കഴിഞ്ഞ 1 മിനിറ്റ് അധികമായി. എന്തായാലും കുമാർ ഡോക്ടർ പോവല്ലേ? നമുക്ക് ഉള്ള ഡോക്ടർ സാറിന് നന്ദി പറയുന്നതിന് ഞാൻ ഡോക്ടർ അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ നമ്മുടെ ഒരു കുടുംബ സുഹൃത്തും ഫ്രണ്ടും എല്ലാം ആണ്. അപ്പൊ ഇങ്ങനെ കൂടെ വന്ന് ഷെയർ ചെയ്യുന്ന വലിയൊരു അറിവാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാരും ഉപയോഗിച്ച് നോക്കുക. നമുക്ക് ഒത്തിരി മാനങ്ങൾ കിട്ടും ഹോമിയോപ്പതി കൊണ്ട്. ഡോക്ടർ ഇനിയും വീണ്ടും ക്ലാസ് എടുക്കാൻ IFPHന്റെ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അനിൽകുമാർ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും ഒരു വ്യത്യസ്തമായ, നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാത്ത ഒത്തിരി മെഡിസിൻസ് ആണ് ഡോക്ടർ ഒന്ന് ഷെയർ ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ഒരു ക്ലാസ്സുമായി എത്രയും വേഗത്തിൽ വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. എല്ലാവർക്കും
നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.